കർണാടകത്തിലെ മംഗളൂരിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വയനാട് പുൽപ്പള്ളിയിലെ അഷ്റഫാണ് എന്ന വാർത്ത വന്നു. അഷ്റഫിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു എന്നും പറയുന്നു. മൃതദേഹമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചുവെന്നും അവിടെ നിന്നുള്ള വാർത്തകൾ പറയുന്നു. അഷ്റഫ് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന സൂചന കൂടിയുണ്ട്. ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ 20 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി എന്ന വാർത്ത വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ ഭൂപ്പറമ്പ് തത്സമയം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ പ്രതിനിധി അരുൺ അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളുമായി വരും. പ്രതികരണം. കർണാടക സ്പെഷ്യൽ ബ്രാഞ്ചും അതേപോലെ കേരള സ്പെഷ്യൽ ബ്രാഞ്ചും ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവർ ബോഡി വിട്ട് തന്നിട്ടുണ്ട്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. 20 ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. മരണകാരണം മർദ്ദനം തന്നെയാണ്, ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് ഒരു 2 മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ബോഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ഇപ്പോൾ ഇപ്പം തന്നെ ഒരു 20 ആളുകളെ അറസ്റ്റ് ചെയ്യും. അവർ റിമാൻഡിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു അങ്ങനെ പറയാൻ ഇതായില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണം ആ ഒരു കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബോഡിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് അവിടുന്ന് അത്രയും UT ഖാദർ അങ്ങനത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ ഭൂപ്പറമ്പ് തത്സമയം ചേർന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ മാനസിക പ്രശ്നമുള്ള ആളിനെ ഈ ആൾക്കൂട്ടം ഇങ്ങനെ ഇത്രയും പൈശാചികമായി കൊലപ്പെടുത്താനുള്ള കാരണം മറ്റെന്തെങ്കിലും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? SKN ഈ കേസ് പരിശോധിക്കുമ്പോൾ അടിമുടി ദുരൂഹത ഈ കേസിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ പ്രധാനമായും ഞായറാഴ്ച വൈകിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത്. മംഗളൂരു നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള ആ ഒരു മൈതാനത്താണ് പ്രാദേശികമായ ഒരു ക്രിക്കറ്റ് മത്സരം നടന്നത്. ആ ക്രിക്കറ്റ് മത്സരത്തിനിടെ ഈ പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷ്റഫ് അവിടെ എത്തുകയും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവിടെ വച്ച് വിളിച്ചു എന്നാരോപിച്ചാണ് 25ഓളം വരുന്ന ആൾക്കൂട്ടം അഷ്റഫിനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് പറയുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ, മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി G. പരമേശ്വർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം അങ്ങനെയാണ്, പോലീസിൻ്റെ ഫൈൻഡിങ്സ് അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണമുണ്ടോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിനെ സംബന്ധിച്ചെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ബന്ധുക്കളോടും ഇതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ കേട്ട പ്രതികരണം കൊല്ലപ്പെട്ട അഷ്റഫിൻ്റെ സഹോദരൻ ജബ്ബാറിൻ്റെതാണ്. അവർ ഇന്നലെ തന്നെ ഈ വിവരം അറിഞ്ഞതിന് ശേഷം മംഗളൂരുവിലെത്തുകയും ഈ മൃതദേഹം തിരിച്ചറിഞ്ഞ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ മൃതദേഹവുമായി അവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നതാണ് നിലവിൽ ആ കുടുംബം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയുണ്ട്. 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് ആ രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അപ്പോഴും ഇതിൽ ബാക്കി നിൽക്കുന്ന ചില സംശയങ്ങളുണ്ട്. ഈ മംഗളൂരു നഗരത്തിൽ അവിടെ ഒരു ആക്രി സാധനങ്ങളൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആ ജോലി ചെയ്യുന്ന ആൾ എന്തിനാണ് 10 കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലത്ത് ക്രിക്കറ്റ് കാണുന്നതിന് വേണ്ടി മാത്രം പോയതാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കുടുംബം തന്നെ പറയുന്നുണ്ട് ചില മാനസികമായ ബുദ്ധിമുട്ടുകൾ ഈ അഷ്റഫ് നേരിട്ടിരുന്നു. അത് 9ാം ക്ലാസ് മുതൽ തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്ന കാര്യം കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. വിവിധ ആശുപത്രികളിൽ ചികിത്സ, ഈ മാനസിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചികിത്സയൊക്കെ ഈ അഷ്റഫിനുണ്ടായിരുന്നു എന്ന കാര്യമാണ് കുടുംബം പറയുന്നത്. എന്തായാലും പോലീസ് അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ കർണാടക ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം
നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനപ്പുറത്തേക്ക് ഈ 25ഓളം വരുന്ന ആൾക്കൂട്ടം ഇങ്ങനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുക, അതായത് അവിടുത്തെ ഒരു സ്റ്റെമ്പ്, ക്രിക്കറ്റിന് ഉപയോഗിക്കുന്ന സ്റ്റെമ്പും അതോടൊപ്പം തന്നെ കൈ ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള അത്തരം കണ്ടെത്തലുകളാണ് എന്തായാലും പുറത്തു വന്നിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? ഈ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണോ, അങ്ങനെ അല്ലാതെ എന്തെങ്കിലും കാരണമുണ്ടോ? ഇവർ തമ്മിൽ നേരത്തെ തന്നെ ആ ആൾക്കൂട്ടവും അഷറഫും തമ്മിൽ അതിനു മുമ്പ് തന്നെ ചില വാക്കുതർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയപ്പോൾ, അവിടുത്തെ നാട്ടുകാരുടെ രേഖപ്പെടുത്തിയപ്പോൾ അത്തരത്തിലുള്ള മൊഴികൾ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ദുരൂഹത നീക്കുന്നതിന് വേണ്ടി വിശദമായ അന്വേഷണം പോലീസ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും എന്നതാണ് അഷറഫിൻ്റെ കുടുംബം ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ഇന്നലെ ഈ കൊല്ലപ്പെട്ടത് മലയാളിയാണ് എന്ന വിവരം പുറത്തു വന്നത് തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നേരത്തെ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ചയാണ് ഈ കൊലപാതകം നടന്നതെങ്കിൽ പോലും ആരാണെന്ന് തിരിച്ചറിയാൻ 3 ദിവസം എടുത്തു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇതിന്റെ അന്വേഷണം എന്തായാലും നടക്കട്ടെ. മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന ചർച്ചകൾ ഒഴിവാക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വർഗീയമായ കമ്മ്യൂണലായ ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ ഒഴിവാക്കണം. പോലീസിന്റെ അന്വേഷണത്തിന് ശേഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ അതുവരെ കാത്തിരിക്കണം എന്നതാണ് കർണാടക പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.